നമസ്കാരം. ഇത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നൊരു സംഭവമാണ്. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ കരുതിയത് പോലീസ് ഏതോ കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട സുപ്രീം കോടതിന്റെ അടക്കം ഗൈഡ് ലൈൻസുകളെ മറികടന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് ആ പയ്യനെ എടുത്തുകൊണ്ട് പോയത്. DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഈ കേസിൽ സുപ്രീം കോടതി കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് പോലീസിനെ. അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർ ID കാർഡ് ധരിച്ചിരിക്കണം. ID കാർഡ് കഴുത്തിൽ തന്നെ ധരിച്ചിരിക്കണം, പോക്കറ്റിൽ ഇട്ടാൽ പോരാ. ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരാളുടെ കഴുത്തിലും ഞാൻ ID കാർഡ് കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കൂടാതെ അറസ്റ്റ് നടത്തുന്ന സമയത്ത് തന്നെ അറസ്റ്റ് മെമ്മോ തയ്യാറാക്കേണ്ടതാണ്. അറസ്റ്റ് മെമ്മോയ്ക്കകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയും 2 സാക്ഷികളും സൈൻ ചെയ്യണം. ആവശ്യമെങ്കിൽ മാത്രമേ ഫോഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ടോർച്ചറുകൾ 100% ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി ഈ കേസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ DGPയുടെ ഗൈഡ് ലൈൻസിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥർ ID കാർഡും യൂണിഫോമും ധരിച്ചിരിക്കണം. അതുപോലെ ആവശ്യമെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.